No puedo dejar de amarte porque eres tan dulce, tan hermoso. Te quiero mucho, mucho. Quiero que seas mío. Y te necesito muchísimo. Congratulations, Anju. Thank you so much, ma'am. Actually, I feel really proud about you. Thank you so much. You also have a huge role to play in it. ഒരു 1 month മുന്നേ ആയിരുന്നില്ലേ പറഞ്ഞത് അല്ലേ ഈവെന്റിന്റെ കാര്യം? അതെ. ഒരു 1 month ടൈം ആയിരുന്നു അല്ലേ എനിക്ക് തന്നത്. ഒരു ഈവെന്റ് ഉണ്ട് എന്നുള്ളൊരു ഇങ്ങനെ ഒരു മിസ്സസ് കേരള പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. നമ്മളൊരു ലോങ് ടേം അസോസിയേറ്റഡ് ക്ലയൻറ്റ്, കാരണം ഇത്രയും പോസിറ്റീവായിട്ട് വേറെ തന്നെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ അല്ലേ, ഒരു ലിസയിലായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 10 years ആയല്ലോ അല്ലേ? മോർ ദൻ 10 years. കാരണം എൻ്റെ കല്യാണം നടന്നത് 2014 സോ ഐ തിങ്ക് ഒരു ഇയർ ബിഫോർ ദാറ്റ്. സോ നിയർലി 12 years now. So huge. And how do you feel you're looking now and then compare ചെയ്യുമ്പോൾ? I think I feel younger. I feel more confident. എന്നെ കാണുന്നവരും പറയുന്നുണ്ട് that I seem to be maintaining better than before. പിന്നെ അന്ന് നമുക്ക് അത്ര അവയർനെസ് ഉണ്ടായിരുന്നില്ല. Now we are more aware about how we need to carry ourselves. പിന്നെ ഇതൊരു വൺ ടൈം പ്രൊസീജിയർ അല്ല, അതൊരു ലൈഫ് ടൈം നമ്മളിങ്ങനെ നീഡ് ടു കീപ് ഡൂയിങ് ഇറ്റ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നതും യു ഹാവ് ഓൾസോ ഹ്യൂജ് റോൾ ഇൻ ദാറ്റ്. അത് മനസ്സിലാക്കി തരാനും ദാറ്റ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. there is no end to it. അതെ, അത് ശരിക്ക് നല്ലൊരു മെസ്സേജാണ്. കാരണം നമ്മൾ പലരും ഈ മാരേജിൻ്റെ ടൈമിൽ എന്തെങ്കിലും ചെറിയ ഒരു മേക്ക് ഓവർ എന്നുള്ള രീതിയിൽ വരും, പിന്നെ അത് അവർ കംപ്ലീറ്റ് വിടും. പിന്നെ അവരുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ തിരക്കിൽ അവരിതൊക്കെ വിട്ട് പിന്നെ കുറേ ഇയേഴ്സ് കഴിയുമ്പോഴായിരിക്കും ആലോചിക്കുകയോ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തില്ല വേറെ ഉള്ളവരൊക്കെ അല്ലേ. അത് ഭയങ്കര ഒരു ഡിഫറൻസ് ആണ്. അതേസമയം റെഗുലറായിട്ട് സെൽഫ് കെയർ ചെയ്യുന്നവരും അവരും തമ്മിലൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പം അതിന് പലരും എക്സ്ക്യൂസ് പറയാ, ടൈമില്ല, ഞാൻ ഭയങ്കര ബിസിയാണ് അല്ലേ. അപ്പം അഞ്ചു ഒരു ദിവസം ഓൾമോസ്റ്റ് മോർ ദാൻ 50 പേഷ്യൻസിനെ കാണുന്നത്. ബിസി ഡോക്ടർ, ഒക്യുലോപ്ലാസ്റ്റിക് സർജൻ അല്ലേ. അതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ അതർ റോൾസ് ആസ് എ മദർ അല്ലേ, ആസ് എ വൈഫ്, ബാക്കിയുള്ള അക്കാഡമിക് സെഷൻസ്, അക്കാഡമിക്സിന്റെ ഇൻചാർജ്, പ്രസന്റേഷൻസ്. ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു ടൈം സ്പെയർ ചെയ്യാൻ പറ്റുന്നത്? സോ ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത് ഐ തിങ്ക് ദാറ്റ്സ് ദ ടൈം വെൻ യു ഫീൽ ഗുഡ് അബൌട്ട് യുവർ സെൽഫ്. നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത് നമ്മൾ നമുക്ക് തന്നെ കുറച്ച് ടൈം കൊടുത്ത് വെൻ വി ലുക്ക് ഗുഡ് വി ഫീൽ ഗുഡ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ആക്ച്വലി ഇത് എനിക്കൊരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ എടുത്തത്. വെൻ ഐ ഡിസൈഡഡ് ടു അപ്ലൈ ഫോർ മിസ്സസ് കേരള, എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ലായിരുന്നു. ഐ വാസ് നോട്ട് ഷുവർ ഇഫ് ഐ വുഡ് മേക്ക് ഇറ്റ് ടിൽ ദി എൻഡ്. പക്ഷേ ആ ചാലഞ്ച് വന്ന ഉടനെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഐ സ്റ്റാർട്ട് ടേക്കിംഗ് കെയർ ഓഫ് മൈസെൽഫ് ബെറ്റർ. അതിനായിട്ടുള്ളൊരു റുട്ടീൻ സെറ്റ് ചെയ്യാൻ തുടങ്ങി. മാഡം പറഞ്ഞ പോലെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ബിസിയസ്റ്റ് മന്ത് ആയിരുന്നു എനിക്ക് ആ കോമ്പറ്റീഷന് കുറച്ച് മുന്നേ. ആ സെപ്റ്റംബർ മന്ത് ഒരുപാട് ട്രാവൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ ബേസിക്കലി ബിഗാൻ വിത്ത് എ ചെക്ക് ലിസ്റ്റ്. ഒരു ചെക്ക് ലിസ്റ്റ് ഇട്ടിട്ട് ദർ വർ തിങ്സ് ഐ ഹാഡ് ടു ടിക്ക് ഓഫ്. ഇപ്പോൾ ഗെറ്റിംഗ് മൈ ഡ്രസ്സസ് ഇൻ ഓർഡർ, പിന്നെ ഗെറ്റിംഗ് മൈ സ്കിൻ ഇൻ ഓർഡർ, ദിവസം വെള്ളം കുടിക്കുക തുടങ്ങി കുറേ കാര്യങ്ങൾ. അതേപോലെ പല അപ്പോയിൻമെൻറ്റ്, പിന്നെ ഓരോ ട്രാവലിൻ്റെ മുന്നേ എന്തൊക്കെ തീർക്കണം, വർക്കൗട്ട് എങ്ങനെ പോകണം. സോ ഇറ്റ് വാസ് നോട്ട് ഈസി. ഈ പറഞ്ഞ പോലെ സമയം എല്ലാത്തിനും നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. ബട്ട് ഫാമിലി വാസ് ഓൾസോ സപ്പോർട്ട്. ഞാൻ പലപ്പോഴും വീട്ടിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കയറി പോകുന്നത് ചിലപ്പോൾ 10 മണി 11 മണിയൊക്കെ ആയിരിക്കും. ദേ വർ ഓൾസോ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഇറ്റ് ഫെൽറ്റ് ഗുഡ്. And I was glad that I could make it to the competition also, and it turned out to be in my favor. So great. Actually എനിക്ക് തന്നൊരു ടൈം പീരീഡ് ഒരു 1 month. എനിക്കതൊരു ഭയങ്കര ചലഞ്ചിങ് ആണ്. നമ്മൾ എങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഒരാൾക്ക് അവരെ മാക്സിമം ബെസ്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. ഓൾറെഡി ഈവൺ ഇഫ് യു ലുക്കിംഗ് ഗുഡ്, നമ്മൾ ഏറ്റവും ഒരു ഇങ്ങനെ ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ ഹൗ യു ക്യാൻ ട്രാൻസ്ഫോം യുവർ സെൽഫ്, അത് ഓരോരുത്തരിലും അത് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം അത് ശരിക്കും എനിക്കൊരു 1 month പീരീഡ് ആയിരുന്നു തന്നെ. അപ്പം അത് എനിക്കും ചലഞ്ചിങ് ആണ്. അത് ഭയങ്കര നമുക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെയ്തു, ഫൈനലി വി ആർ സീയിങ് ദ ഔട്ട്ലുക്ക്, ബാക്കിയുള്ളവർ കാണുന്നു, യു ലുക്ക് റിയലി നാച്ചുറൽ. നമ്മളൊന്നും ചെയ്തതായിട്ടോ അല്ലേ എന്തെങ്കിലും അങ്ങനെ ഒരു
ഫീൽ ഇല്ല. യു ലുക്ക് റിയലി നാച്ചുറൽ, യു ലുക്കിംഗ് മോർ ബ്യൂട്ടിഫുൾ. അല്ലാതെ അതിൽ വേറെ ഒരു മേഡപ്പ് ലുക്കോ ഒന്നുമില്ല. ആ രീതിയിൽ ഒരാളെ ചെയ്യാന്നുള്ളത് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതേപോലെ ആ 1 month പീരീഡിൽ അത് ചെയ്യാൻ പറ്റിയത് അതിന് മുന്നേ അഞ്ജു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. അത്രയും ഇയേഴ്സ് ആയിട്ടുള്ള ആ സെൽഫ് കെയർ, അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. നമ്മൾ ഡെയിലി കാര്യങ്ങളും നമ്മുടെ ജോബ്, നമ്മുടെ ഫാമിലി കഴിഞ്ഞിട്ട് പല വുമൻ അതിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കാറില്ല. പലരും പറയണത് എനിക്ക് സമയമില്ല, തിരക്കാണ്, ഫാമിലി, ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റി ഇറ്റ് ഷുഡ് ബി അസ് അല്ലേ. അതിന് കുറച്ച് ടൈം മാറ്റി വെച്ചാൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് അഞ്ജു. യു ആർ ആക്ച്വലി എ റോൾ മോഡൽ. താങ്ക് യു. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഓഫ് വുമൻ, എസ്പെഷ്യലി ഇപ്പോൾ ഒരു 30s പോകുന്നവരെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ, യങ് ജനറേഷൻ, അവരിതിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അവർ സ്കിൻ കെയറും അവരെല്ലാം അതിൽ റിസർച്ച് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ആ ഏജിലൊക്കെ ഉള്ളവർ കുറച്ചും കൂടെ അതിനെ ഇതിനൊക്കെ സമയം വേണോ, ഇതൊക്കെ ചെയ്യണോ, അതിനൊരു കുറച്ചും കൂടി ഒരു സെക്കൻഡ് ലെവലാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. ഒരു നമ്മുടെ ഒരു ജനറേഷൻ എന്നുള്ളൊരു മാറ്റാണ്. ലൈക്ക് ഏർലിയർ നമ്മള് യു ഹാവ് ടു പെർസ്യൂ എ കരിയർ, അല്ലെങ്കിൽ ഫാമിലിനെ നോക്കണം, നമ്മുടെ പ്രയോറിറ്റീസ് വ്യത്യാസമായിരുന്നു. സോ നമുക്ക് അന്നേരം നോക്കി നമ്മളെ കെയർ ചെയ്യുന്നത് നമുക്കൊരു ഗിൽട്ട് പോലെ, അത് ശരിയാണ്. അയ്യോ നമ്മൾ വല്ലാണ്ട് നമ്മുടെ മുകളിൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു വല്ലാത്തൊരു ഗിൽറ്റ്. അത് ഇപ്പോഴത്തെ ജനറേഷൻ അത് മാറി വരുന്നുണ്ട്. വെൻ യു സ്റ്റെപ്പ് ഇൻ ടു യുവർ 30s നമ്മൾ കുറച്ച് അവരെ അത് പഠിക്കുന്നുണ്ട്. us or we should come as a priority. അതിനു വേണ്ടി സമയം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾ we are learning it from them. It's not very easy. പലപ്പോഴും എനിക്കും ഇങ്ങനെ ഒരു കോൺഷ്യൻസ് പ്രിക്ക് ഉണ്ട്, അയ്യോ ശരിയാണോ ഇത്രയും സമയം ഇതാക്കുന്നത്. But then I feel when you are happy as an individual, it affects the people around you in a positive way. ഇപ്പോ ഞാൻ ചെയ്യുന്ന കാര്യം നാളെ എൻ്റെ മോൾ എന്നെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ it's a plus for me. She looks up to me now, so I'm happy at that. So അതേപോലെ തന്നെ നമ്മളൊരു ഹാപ്പി ഇൻഡിവിജ്വൽ ആണെങ്കിൽ our family, our career, everything will go as well. And you'll always be surrounded by positive people. That's what I basically believe. അതാണ് ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്ന് വെച്ചാൽ വി ആർ പോസിറ്റീവ്, വി ആർ മേക്കിംഗ് അതേഴ്സ് പോസിറ്റീവ്. ശരിക്കും നമ്മൾ ബ്യൂട്ടിയിൽ കൂടുതൽ വരും ആ ഒരു പോസിറ്റിവിറ്റി. ദേ ആർ ഹാപ്പി. എല്ലാവരും ചിലർ പറഞ്ഞാൽ രാവിലെ മിററിൽ നോക്കുമ്പോൾ ഐ എം റിയലി ഹാപ്പി ആൻഡ് ഐ സീ മൈ ഫേസ്, ഐ ഫീൽ പോസിറ്റീവ്. എനിക്ക് ആ സന്തോഷം എനിക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വേറെ ആളുടെ കോംപ്ലിമെന്റ്സിനേക്കാൾ കൂടുതൽ. പക്ഷെ അതേസമയം നമ്മളെ മിററിൽ നോക്കി നമ്മളെ ടയേർഡ് ഐസും നമ്മളെ ഫേസും നോക്കിയിട്ട് നമ്മൾ ആ ദിവസം നെഗറ്റീവായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ ഒരു ചെയ്യുന്നവർക്ക് അത് ശരിക്കും ആ ഡിഫറൻസ് മനസ്സിലാവും. നമുക്കിപ്പം ശരിക്കും അഞ്ജു റിവേഴ്സ് ഏജിങ് എന്ന് പറയാം അല്ലെ. നമ്മുടെ ഏജ് നമ്മൾ ബാക്കോട്ട് പോയി, അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഓവറോൾ നമ്മുടെ ബോഡിക്ക് അതേ ഈ ഔട്ട്കം വരും. നമ്മളെ പോസിറ്റീവ് ആകുമ്പോൾ നമ്മളത് ഹെൽത്തും ഇമ്പ്രൂവ് ആവും. നമ്മളെ ഹെൽത്ത്, ബ്യൂട്ടി, എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ആണ് അല്ലേ. അപ്പൊ നമ്മളെ വർക്ക് എഫിഷ്യൻസി, എവറിത്തിങ് വി ആർ ഡൂയിങ് ഇറ്റ് ബെറ്റർ. റിയലി ഒരു പോയിന്റ് തന്നെയാണ് റിവേഴ്സ് ഏജിങ്. ഇപ്പൊ നമുക്ക് ഒരുപാട് ഈ മീഡിയ കാരണം യു ഹാവ് 10 years ചാലഞ്ച്, 12 years ചാലഞ്ച്. സോ ഞാൻ ആലോചിക്കുന്നത് അന്നൊക്കെ ഞാൻ എങ്ങനെ നടന്നിരുന്നെന്നാണ്. ബട്ട് ഇറ്റ്സ് എ വെൽക്കം ചേഞ്ച്. ദെയർസ് നോ ഒരു ടൈം ലിമിറ്റോ ഒരു എക്സ്പയറിയോ ഒന്നും ഇല്ലല്ലോ. യു ക്യാൻ ട്രൈ ഡൂയിങ് എനിത്തിങ് അറ്റ് എനി പോയിന്റ്. യു ക്യാൻ പെർസ്യൂ എനി ഇൻട്രസ്റ്റ് അറ്റ് എനി പോയിന്റ്. നോബഡി ഈസ് ദേർ ടു സ്റ്റോപ്പ് യു. അതാണ് ഇതില് എല്ലാവർക്കും ഉള്ള ഒരു മെസ്സേജ്. യു ആർ ഫ്രം എ ഡിഫറെന്റ് ഫീൽഡ്, എന്നിട്ടും യു ഗ്രാബ് സംതിങ് വിച്ച് യു ലൈക്ക്, യു സെറ്റ് യുവർ ഗോൾസ്, അത് അച്ചീവ് ചെയ്യുക. അതെല്ലാവർക്കും ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആവട്ടെ. എല്ലാവരും അവരവരുടെ ലൈഫിൽ ഇഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. വേറൊരു ക്ലയന്റ് ഉണ്ട്, ഷീ വാണ്ടഡ് ടു പെർസ്യൂ ഫോട്ടോഷൂട്ട്സ്, മോഡലിംഗ്. ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട പല പല കാര്യങ്ങളും അവരിതില് അച്ചീവ് ചെയ്യാണ്. അവർ പോസിറ്റീവ് ആവുന്നത് ദേ ഫീൽ ലൈക്ക് ഡൂയിങ് സോ മെനി അതർ തിങ്സ്. ലൈഫിലെ പാഷൻ ഫോളോ ചെയ്യുക. നമ്മൾ ജീവിക്കുന്ന കാലം നമ്മൾ ഹാപ്പി ആയിട്ട് അല്ലേ ആ ഒരു ഇതിലേക്ക് പോവാന്നുള്ളതാണ്. നമ്മുടെ വെൻ യു കണ്ടിന്യൂ യുവർ ലൈഫ് ഇൻ ദ സെയിം വേ, കുറെ കഴിയുമ്പോൾ നമുക്കൊരു ബോറടി അല്ലെങ്കിൽ ഒരു ബോർഡം വരും. അപ്പൊ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ there is an excitement. ആ excitement makes you get up every morning wanting to do something new or wanting to push yourself. But when you push yourself, the outcome is also as rewarding. So that's what I have to tell everybody, that please do that. It's a reward to yourself. Where nobody else can give that to you other than yourself.
വാട്ട് യു തിങ്ക് അബൌട്ട് ദ സേഫ്റ്റി? ഇപ്പം അഞ്ജു ഇപ്പം ഇത്രയും വർഷമായിട്ട് അസോസിയേറ്റഡാ, അപ്പൊ പലർക്കും ഇത് പേടി, എന്തൊക്കെയോ സൈഡ് ഇഫക്റ്റ് ആണ്, ഇതാണ് അൺനാച്ചുറൽ ആണ്, നമ്മൾ ഒന്നും ചെയ്യാണ്ട് നാച്ചുറൽ ആയിട്ട് ഇരിക്കണം, നാച്ചുറൽ ഏജിങ് ആണ്, അങ്ങനെ പല ഒരു റോങ് കൺസെപ്റ്റ്സും ഉണ്ട്. അപ്പം അഞ്ജു ഇപ്പം ഇത്രയും ഇയേഴ്സ് ആയിട്ട് പഞ്ജുവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. വാട്ട് ഡു യു ഫീൽ ഇതിൻ്റെ ഒരു സേഫ്റ്റി കൺസേൺസും എന്തായിരിക്കും ഒരു സാധാരണ ഒരാൾക്ക്? സോ ഞാനിപ്പോൾ പലപ്പോഴും എനിക്ക് വരുന്ന പേഷ്യൻസ് ഇങ്ങനെ കണ്ണിന് ചുറ്റും ചുളിവ് അത് ഇത്, അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, ഡു യു എന്തെങ്കിലും അപ്ലൈ ചെയ്യാറുണ്ടോ? ഞാൻ ഒന്നും ചെയ്യാറില്ല. അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ക്രെഡിറ്റ്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫേസ് ഇറ്റ്സ് സബ്ജക്റ്റ് ടു സ്ട്രെസ്, നമുക്ക് UV എക്സ്പോഷർ, കുറേ കാര്യങ്ങളുണ്ട് ദാറ്റ് ആഡ്സ് ടു അവർ ഇവൻച്വൽ പ്രോസസ് ഓഫ് ഏജിങ്. സോ ഐ വുഡ് സേ എല്ലാവരും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് യു ഷുഡ് കൺസൾട്ട് a skin doctor and see what works for you. എനിക്ക് പറ്റുന്നതായിരിക്കില്ല ഇപ്പൊ മാഡത്തിന് പറ്റുന്നത്, അല്ലെങ്കിൽ ഞാനിത് യൂസ് ചെയ്തു എനിക്കിത് ഇഫക്റ്റീവ് ആണ്, ട്രൈ ചെയ്ത് നോക്കുന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ദേ നോ ദാറ്റ് ദേ നീഡ് ടു ഡു ദെയർ സെൽഫ് കെയർ. പക്ഷെ അതേപോലെ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് അങ്ങനെ അവൈലബിളും ആണ്. അപ്പോൾ ചിലത് നമുക്ക് ഹാംഫുൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരിക്കൽ മാഡത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട് വിത്ത് ഓൾമോസ്റ്റ് ലൈക്ക് ബേൺസ് ബൈ യൂസിങ് സം പ്രോഡക്റ്റ്. സോ അങ്ങനത്തെ അൺസേഫ് കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാതിരിക്കുക. ഓൾവേസ് meet an expert, start a routine, something that works for you. Yes. Whether you brush your teeth or not, you have to do that routine before you go to bed. Nallaru that needs to step in. So that's very important. As much as you want skincare, it should be a safe routine. Yes. And a thing that you can stick to. അതേപോലെ പലരും എക്സ്പെരിമെന്റ് ചെയ്യാണല്ലോ. ഇപ്പൊ പല പ്രൊഡക്റ്റ് ഒരാൾ സജസ്റ്റ് ചെയ്യുന്നു, ഇൻഫ്ലുവൻസർ അവരത് തേക്കുന്നു. ആ ഒരു ട്രെൻഡ് അതിനെപ്പറ്റി എന്ത് തോന്നുന്നു? കാരണം നമ്മളിപ്പോ ഒരു ഡ്രസ്സ് വാങ്ങുന്ന രീതിയിൽ നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ ഫൈനലി ഇറ്റ്സ് ഗോയിങ് ടു ഡാമേജ് യുവർ സ്കിൻ. അതിൽ കണ്ടന്റ്സ് എന്താ നമുക്ക് ഉറപ്പില്ല. അപ്പൊ എല്ലാവരും ഇത് എനിക്ക് ഉപയോഗിച്ച് മടുത്തുന്ന പിന്നെ വേറൊന്ന് തേക്കാം. പഞ്ജു എങ്ങനെയാണ് നോർമലി പ്രൊഡക്ട്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? സ്കിന്നിൽ സെയിം പ്രൊഡക്ട്സ് ആണോ? എനിക്ക് ഉള്ളത് ആക്നെ കൺസേൺസ്. അപ്പോൾ മാഡത്തിന് തന്നെ അറിയാം, ഫ്രം ദ ടൈം ഐ ഹാവ് കം ടു യു ഐ ഹാവ് ഓൾവേസ് ഹാഡ് ആക്നെ പ്രോബ്ലംസ്. സോ എനിക്ക് എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഐ എം വെരി കൺസേൺഡ് അബൌട്ട് ഹൗ ഇറ്റ് റിയാക്ട്സ് ഓൺ മൈ സ്കിൻ. ഇറ്റ്സ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്. അപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് എനിക്ക് ആ പ്രോഡക്ട്സ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ദെൻ ഐ കം ടു യു ആൻഡ് ഐ ടെൽ യു ഇല്ല ഇത് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഫോർ മീ, എനിക്ക് സ്കിൻ അവിടെ പാച്ചസിൽ ഡ്രൈ ആവുന്നുണ്ട്. ദെൻ അക്കോർഡിംഗ്ലി ഐ ഓൾവേസ് കൺസൾട്ട് ബിഫോർ ഐ ചേഞ്ച് പ്രോഡക്ട്സ്. ഐ ഡോണ്ട് ഡു എനിത്തിങ് ഓൺ മൈ ഓൺ. ചിലപ്പോൾ ഒരു ഫാസിനേഷൻ്റെ പുറത്ത് ഈ കൊറിയൻ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ആ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഉണ്ടാവും, പക്ഷെ ഇറ്റ് ഡസൻറ്റ് ഹെൽപ്പ് മീ ഇൻ ദ ലോങ് റൺ. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. പിന്നെ മോർ ദാൻ ജസ്റ്റ് ദ സ്കിൻ കെയർ, ദിസ് ഓൾസോ ദിസ് പാർട്ട് വെയർ നമ്മൾ നമ്മുടെ വർക്ക്ഔട്ടും ആർ വാട്ടർ ഇൻടേക്ക് അതിനെ ഓവർ എംഫസൈസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ്സ് ഓൾസോ ആസ് ഇമ്പോർട്ടൻറ്റ്. കാരണം ആസ് മച്ച് ആസ് യു പുട്ട് ആൻ എഫേർട്ട് ഇൻ യുവർ സ്കിൻ, നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു സെഡൻറ്ററി ലൈഫ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഗ്ലോ ഇസ് നെവർ ഗോയിങ് ടു കം ഔട്ട്, ഓർ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ആക്സെൻച്വേറ്റഡ്. സോ that is also equally important. Of course. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമുക്ക് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ബോഡിക്ക് സെപ്പറേറ്റ് തന്നെ ഒരു സെഗ്മെന്റ്, ബോഡി കോണ്ടോറിങ്, അതെല്ലാം കൂടെ ഒരു കമ്പൈൻഡ് ആയാലും മാത്രമേ നമുക്ക് യങ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളൊരു പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്ത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദെൻ. ആ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ അത് ഏറ്റവും സേഫ് ആയത്, ഓരോരുത്തർക്കും ഏറ്റവും സേഫ് ആയത് അവരെ കൺസേൺസ് അഡ്രസ്സ് ചെയ്ത്, അവരുടെ ചില കൺസേൺസ് ഉണ്ടാവുമല്ലോ, അത് അഡ്രസ്സ് ചെയ്ത് അവർക്ക് എന്താണോ വേണ്ടത് അത് അവർക്കൊരു പേഴ്സണലൈസ്ഡ് പ്ലാൻ ആ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. I think that's the way to go also. ഇനി അങ്ങോട്ടുള്ള കാലത്തും that's only what will work. And ഒരുപാട് ആൾക്കാർ അതിലേക്ക് മാറുന്നുണ്ട്. ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. പിന്നെ ഈ പറഞ്ഞ പോലെ തിരക്കേറിയ ഷെഡ്യൂളിൽ നമുക്ക് ചിലപ്പോൾ ഫുഡൊക്കെ വേണ്ട പോലെ ശ്രമിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ബട്ട് യു നീഡ് ടു ബി എ ലിറ്റിൽ forgiving to yourself also. ഇടയ്ക്കൊക്കെ നമുക്കൊന്നൊരു ഡയറ്റ് ഒക്കെ ആവും, കുഴപ്പമില്ല. But be kind to yourself, and I think you should love yourself, then you can achieve anything. That's the best message. Okay. Thank you, Anju. Thank you so much.